ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 40ാമത് അടൂർ ഭദ്രാസന കൺവെൻഷനിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം പങ്കുവെപ്പാൻ ബലഹീനനാകുന്ന എനിക്ക് വീണ്ടും ലഭിച്ച ഈ അവസരം ഒരു വലിയ ഭാഗ്യമായി, ദൈവനിയോഗമായി, അനുഗ്രഹമായി തന്നെ ഞാൻ കരുതുന്നു. അപ്രകാരം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ മാസങ്ങൾക്ക് മുമ്പേ ക്ഷണിച്ച ഈ ഭദ്രാസനത്തിൻ്റെ മുൻ അധ്യക്ഷൻ അഭിവന്യ എബ്രഹാം മാർ പൗലോസ് തിരുമേനിയോട് ഉള്ള എൻ്റെ ഹൃദയംഗമായ സന്തോഷവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഈ ഭദ്രാസനത്തിന് ജനുവരി മാസം 1-ാം തീയതി മുതൽ അനുഗ്രഹീതമായി നേതൃത്വം നൽകുവാൻ തമ്പുരാൻ നിയോഗിച്ച് അഭിവന്യനായ സറാഭീം തിരുമേനി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ത്യാഗപൂർണമായ വഴികളിലൂടെ സുവിശേഷത്തിൻ്റെ അനുഭവത്തിന് വേണ്ടി ജീവിതം വേർതിരിച്ച് പൂർവപിതാക്കന്മാരുടെ സുവിശേഷ പാത തന്നെയാണ് എൻ്റെയും പാത, എൻ്റെയും നിയോഗം എന്ന വ്യക്തമായ ബോധ്യത്തോടു കൂടിയാണ് തിരുമേനി സിഹോറ ആശ്രമത്തിൻ്റെ ഭാഗമായത് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഭാഗ്യസ്മരണീയനായ എബ്രഹാം മാർത്തോമ തിരുമേനി ഒരു ഉപദേശി ബിഷപ്പായി അറിയപ്പെടാൻ ആഗ്രഹിച്ച ഭക്തനായ മനുഷ്യനാണ്. സ്റ്റാൻലി ജോൺസ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് മഹാനായ സുവിശേഷകൻ എന്നായിരുന്നു. തീർച്ചയായിട്ടും സറാഭീം തിരുമേനിയുടെ ശുശ്രൂഷയിലൂടെ സുവിശേഷത്തിന് പരമപ്രധാനമായ സ്ഥാനം കൊടുക്കുന്ന ഒരു ഭദ്രാസനമായി, ഒരു മിഷണറി ഡയോസിസായി ഈ ഭദ്രാസനം തീരുമെന്നുള്ളതിന് സംശയമില്ല. അതിന് ദൈവം നമ്പരാൻ തിരുമേനിയെ ബലപ്പെടുത്തട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആദരണീയനായ വികാരി ജനറൽ ടി കെ മാത്യു അച്ഛൻ്റെ സാന്നിധ്യത്തിനായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഭദ്രാസന സെക്രട്ടറി ബേബി ജോണച്ചൻ, ഈ കൺവെൻഷൻ്റെ കൺവീനർ എൻ്റെ സ്നേഹിതൻ വർഗീസ് ജോണച്ചൻ, ആദരണീയരായ എല്ലാ സ്നേഹമുള്ള അച്ഛന്മാർ, സമർപ്പിതമായി സുവിശേഷ വേലയിൽ വ്യാപൃതരാകുന്ന സുവിശേഷ വേലക്കാർ, സുവിശേഷകർ, സേവനിമാർ, വളരെ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ചേർന്ന് വന്ന വിശ്വാസ സമൂഹമേ, നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാലാഖമാരോട് ചേർന്ന് സമർപ്പിതമായി ഗാനങ്ങൾ പാടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഞാൻ എപ്പോഴും ഗായക സംഘങ്ങളോട് പറയുന്ന ഒരു കൊച്ചു കാര്യം ഇതാണ്: നിങ്ങൾ പാടുന്നവരായി മാത്രം തീരരുത്, പാടുന്ന പാട്ടിൽ ജീവിക്കുന്നവരായി തീരണം. വെറുതെ പാടാനുള്ളതല്ല പാട്ട് ജീവിക്കാനുള്ളതാണ്. ഭക്തന്മാരൊക്കെ അപ്രകാരമായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ അടൂർ ഭദ്രാസന കൺവെൻഷനിൽ മുൻപും ഒരു ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ തമ്പുരാൻ എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്. ആ നല്ല അനുഭവങ്ങളെയൊക്കെ വളരെ വിനയത്തോടെ ഞാൻ ഓർക്കുകയാണ്. ഞാനിന്ന് രാവിലെയും കൂടി വന്ന ജനത്തോട് പറയുകയുണ്ടായി, ഓരോ വചന ശുശ്രൂഷയും ഭയത്തോടെയാണ് ചെയ്യുന്നത്. ഓരോ വേദിയിൽ നിൽക്കുമ്പോൾ സ്വാഗതം ചെയ്യുന്ന സ്വാഗത പ്രസംഗർ പറയുന്ന വാക്കുകളൊക്കെ ഹൃദയത്തിൽ ചാട്ടുളി പോലെ തറയ്ക്കുകയാണ്. ഇന്നും രാവിലെയും വൈകിട്ടും എന്നെ സ്വാഗതം ചെയ്തപ്പോൾ പറഞ്ഞു, അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷൻ പ്രസംഗകൻ, കർത്താവിൻ്റെ വിലയേറിയ ദാസൻ, ദൈവത്തിൻ്റെ അഭിഷക്തൻ. ഈ വിശേഷണങ്ങളൊക്കെ വളരെ ഭയത്തോടെയാണ് ഞാൻ കേൾക്കുന്നത്. കാരണം ഇത് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഉദ്ദേശമാണ്. എൻ്റെ ജനം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവമാണ്. ഇതൊക്കെ ഇന്നയോളം സാധ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഒരാത്മവിമർശനം നടത്താൻ പലപ്പോഴും ഈ സ്വാഗതങ്ങളൊക്കെ മുഖാന്തരമാകുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പപ്പായും ഓൺലൈനിലൂടെ, എൻ്റെ പപ്പായും അമ്മച്ചിയും ഓൺലൈനിലൂടെ വചനം കേൾക്കുന്നുണ്ട്. എൻ്റെ പപ്പ എപ്പോഴും പറയുന്നത്, മോനെ, ശുശ്രൂഷകൾ വർദ്ധിക്കുമ്പോൾ നിൻ്റെ സൂക്ഷ്മത വർദ്ധിക്കണം. ശുശ്രൂഷകൾ ഏറുമ്പോൾ സൂക്ഷ്മതയോടെ ചുവടുകൾ വയ്ക്കണം. വഴികളിൽ എവിടെയെങ്കിലും പിഴവുകൾ സംഭവിച്ചാൽ
ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ വെണ്മ നഷ്ടപ്പെട്ടു പോയാൽ നിന്റെ ശുശ്രൂഷ ഫലശൂന്യമാണ് എന്നെൻ്റെ പപ്പായും എന്നോട് നിരന്തരമായി പറയാറുണ്ട്. ഇന്ന് രാവിലെ ഞാൻ വന്നത് ചാത്തന്നൂരിൽ നിന്നാണ്. എന്നെ പ്രാർത്ഥിച്ചയച്ചത് എൻ്റെ പിതാവാണ്. പ്രാർത്ഥിച്ചപ്പോഴും പപ്പ പറഞ്ഞത്, കർത്താവേ, നിന്റെ പൈതൽ വചനവുമായി നിൽക്കുമ്പോൾ അത് കേൾക്കുന്നവരുടെ ഹൃദയങ്ങളെ തൊടുവാൻ മുഖാന്തരമാകണമേ എന്ന് പ്രാർത്ഥിച്ചാണ് എന്നെ അയച്ചത്. ദൈവത്തെ മാത്രം ജീവിതത്തിൻ്റെ സമ്പത്തായി കണ്ട് ഭക്തനും വിശുദ്ധനുമായിരുന്നു 1884 ഇടയാറമുളയിൽ ജനിച്ച മൂത്താമ്പാക്കൽ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി. 15-ാമത്തെ വയസ്സിൽ അമ്മ മറിയാമ മരണപ്പെടുകയാണ്. 5 വർഷം കഴിഞ്ഞപ്പോൾ അപ്പൻ മൂത്താമ്പാക്കൽ ഇട്ടി മരണപ്പെടുകയാണ്. യൗവനപ്രായത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരു അനാഥ ബാലൻ തൻ്റെ പ്രിയ മകൻ ശമുവേൽ കുട്ടി നന്നേ ചെറുപ്പത്തിൽ മരണപ്പെടുകയാണ്. കടഭാരങ്ങൾ പെരുകിയ കാലം, മാരകരോഗങ്ങളാൽ വലഞ്ഞ കാലം, സ്വന്തക്കാരാലും ബന്ധുക്കാരാലും തള്ളപ്പെട്ട കാലം. ദൈവത്തിലുള്ള അടിപതരാത്ത വിശ്വാസമാണ് ഉപദേശിക്ക് ബലമായി മാറിയത്. ആഴമേറിയ ആത്മീയ അനുഭവങ്ങളുടെ പരിണിത ഫലമായിരുന്നു തൻ്റെ ഗാനങ്ങളെല്ലാം. അഗ്നിസമാനമായ പരിശോധനയിലൂടെ കടന്നുപോയപ്പോൾ ഹൃദയത്തിൽ ഉയർന്ന ദൈവാനുഭവത്തിൻ്റെ തീനാമ്പുകളാണ് തൻ്റെ കടലാസിൽ പകർത്തിവെച്ച ജീവസുറ്റ ഗാനങ്ങൾ. ഉപദേശിയെ കണ്ടിട്ടുള്ള എത്ര പേർ ഇന്ന് ഈ വചനം കേൾക്കുന്നുണ്ട് പ്രിയരെ? ആരെങ്കിലും ഉണ്ടോ എന്ന സംശയമാണ്. ഉണ്ടാവാൻ സാധ്യതയില്ല. എങ്കിലും എൻ്റെ കാലങ്ങളേറെ കഴിഞ്ഞിട്ടും ഭക്തന്റെ പാട്ടുകൾ പാടുമ്പോൾ ഹൃദയം പിടയ്ക്കുന്നത്, ആത്മാവിൽ ബലപ്പെടുന്നത്, നമ്മുടെ കണ്ണുകൾ ഈറനണിയുന്നതിൻ്റെ കാരണം എന്താണ്? ഹല്ലേലൂയ! തൻ്റെ ജീവിതത്തിൻ്റെ തീവ്രമായ ദൈവാനുഭവം കൊണ്ടാണ്. പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, അകാല മരണങ്ങൾ ഭക്തനെ തളർത്തിയില്ല. കാരണം ഭക്തനത് പറയുന്നുണ്ട്. എന്താ പാടിയത് ഭക്തൻ? എൻ്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളെല്ലാം എനിക്ക് കർത്താവ്. എന്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെ ഇല്ല ഒന്നും, യേശു മാത്രം സമ്പത്താകുന്നു എന്ന് പറഞ്ഞ് പാടിയ ഭക്തന്മാർ ജീവിച്ച മണ്ണാണിത്. ഈ പാടിയ പാട്ട് ഒരു സന്ധ്യയിൽ വീട്ടിൽ പാടുമ്പോൾ തൊട്ടടുത്ത ഒരു ക്രിസ്തീയ കവിയുടെ ഭവനത്തിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോനും ഉള്ളൂർ എസ് പരമേശ്വരൻ അയ്യരും ഉണ്ടായിരുന്നു. അവരുടെ സംസാരം നിർത്തിയിട്ട് അടുത്ത വീട്ടിൽ നിന്ന് ഉയരുന്ന ഈ പാട്ട് ശ്രദ്ധയോടെ കേട്ടു. പാട്ട് തീർന്നപ്പോൾ അവർ കൂടി വന്ന ഭവനത്തിലെ ഈ ക്രിസ്തീയ കവിയോട്, ക്രൈസ്തവനായ മനുഷ്യനോട് ചോദിച്ചു, ഈ പാട്ട് ആരാ എഴുതിയെന്നറിയാമോ? അവർ പറഞ്ഞത് മൂത്താമ്പാക്കൽ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയാണ്. മഹാകവി വള്ളത്തോളും ഉള്ളൂർ എസ് പരമേശ്വര അയ്യരും ഒരേ സ്വരത്തിൽ പറഞ്ഞത്, ഇതെഴുതിയ വ്യക്തി ആരാണെങ്കിലും അവൻ തികഞ്ഞ ഒരാത്മീകനാണ്, കറതീർത്ത ഒരു ദൈവവിശ്വാസിയാണ്. അങ്ങനെയല്ലാത്ത ആർക്കും ഇങ്ങനെ പാടാൻ കഴിയില്ല. ഹൈന്ദവ മഹാകവികൾ പോലും പ്രകീർത്തിച്ച വിശ്വാസം
അങ്ങനെ പ്രകീർത്തിക്കപ്പെട്ട വിശ്വാസം മുറുകെ പിടിച്ച ഭക്തന്മാരും വിശുദ്ധന്മാരും ഈ സഭയിലുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ വിശ്വാസവും നമ്മുടെ ഭക്തിയും ഇന്നയോളം ആരെയെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ? ഷാജി അച്ഛ, വൈ അച്ഛൻ യു ആർ ഡിഫറൻറ്റ്? അച്ഛൻ എന്താ വ്യത്യസ്തനായിരിക്കുന്നത്? സാറേ അങ്ങെന്താണ് വ്യത്യസ്തനായത്? ടീച്ചറെ അങ്ങെന്താണ് വ്യത്യസ്തയായിരിക്കുന്നത്? അല്ലയോ പ്രിയപ്പെട്ടവൻ, എന്തിയ വ്യത്യസ്തനായത്? നിന്റെ ഭക്തിയും നിന്റെ വിശ്വാസവും ഞങ്ങളെ ഹഠാത് ആകർഷിക്കുന്നുവെന്ന് പറയുന്ന ആരുടെയെങ്കിലും സാക്ഷ്യം കേൾക്കുവാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ പ്രിയരെ? വളരെ ഗൗരവമായി നാം ചിന്തിക്കേണ്ട ഒരു ചിന്തയാണിത്. സമയം എൻ്റെ മുമ്പിൽ വളരെ പരിമിതമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഉണ്ടെങ്കിൽ പോലും സമയത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ ഈ വചന ശുശ്രൂഷ പൂർത്തിയാക്കുവാൻ ഞാൻ പ്രാർത്ഥനയോടെ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഹൃദയംഗമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മുൻവിധിയോടെ ആരും വചനത്തിന് മുമ്പിൽ ഇരിക്കരുത്. ഒരു ദൈവകൃപയുടെ ശുശ്രൂഷയാണ്. ദൈവം നൽകുന്ന ബലമല്ലാതെ ഇവിടെ നിൽക്കുവാൻ യാതൊരു യോഗ്യതയും പ്രാഗൽഭ്യവും എനിക്കില്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും വിനയത്തോടെ സമ്മതിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായമാണ് നാം വായിച്ചു കേട്ടത്. അതിൻ്റെ 20, 20, 21 വാക്യങ്ങൾ ഞാൻ വീണ്ടും വായിക്കട്ടെ. എക്സോഡസ് ചാപ്റ്റർ 1 വേഴ്സ് 20 and 21. അതുകൊണ്ട് ദൈവം സ്തുതികർമ്മിണികൾക്ക് നന്മ ചെയ്തു, ജനം വർദ്ധിച്ച് ഏറ്റവും ബലപ്പെട്ടു. സ്തുതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെടുക കൊണ്ട് അവൻ അവർക്ക് കുടുംബവർദ്ധന നൽകി. തലകളെ വണക്കാം പ്രാർത്ഥനയ്ക്കായി. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ പൊന്നു കർത്താവേ, 1.5 കോടി ആളുകൾ കോവിഡ് എന്ന മഹാവ്യാധിയിൽ മൺമറഞ്ഞു പോയ മണ്ണിലാണ് നീ വെട്ടിക്കളയാത്തത് കൊണ്ട് ഞങ്ങൾ ബലത്തോടെ ഇന്നും ഈ വചനകൂടാരത്തിൽ ചേർന്ന് വരുവാൻ ഇടയായി തീർന്നത്. ഒന്ന് ഞങ്ങളുടെ കഴിവോ മിടുക്കോ ഒന്നും അല്ല കർത്താവേ. വിനയത്തോടെ സ്തോത്രത്തോടെ ഞങ്ങളിതാ നിന്റെ ആലോചനയ്ക്കായി കാതോർക്കുന്നു. വേദപുസ്തകത്തിലെ ദൈവം ഈ രാത്രി എൻ്റെ ജീവിതത്തെ സന്ദർശിച്ചുവെന്ന് ഒരു സാക്ഷ്യം പറയാൻ പര്യാപ്തമായ വിധത്തിൽ വചനത്താൽ ഞങ്ങളുടെ ഈ രാത്രി അങ്ങ് സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വചനത്താലുള്ള രൂപാന്തരം പ്രാപിച്ച് മടങ്ങാൻ കർത്താവ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനനെ ക്രൂശിന്റെ മറവിൽ മറച്ചുകൊള്ളണമേ. അങ്ങയുടെ ശബ്ദം മാത്രം ഈ ജനം കേൾക്കാൻ കർത്താവ് സഹായിക്കണമേ. എല്ലാ മഹത്വവും തമ്പുരാൻ ഏറ്റെടുക്കണമേ. മശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി യാക്കോബിനോടൊപ്പം മിസ്രൈമിൽ നിന്ന് വന്നത് 11 മക്കളാണ്. രൂബേൻ മുതൽ ആശേർ വരെയുള്ള മക്കൾ. ജോസഫിനെ ദൈവം മിസ്രൈമിലേക്ക് നേരത്തെ അയച്ചു. സഹോദരങ്ങൾ ഉപേക്ഷിച്ച് ജോസഫിനെ ദൈവം മിസ്രൈം രാജ്യത്തെ പ്രധാനമന്ത്രിയാക്കി മാറ്റി. കഠിനമായ ക്ഷാമത്താൽ മരണപ്പെടേണ്ടിയ തൻ്റെ അപ്പനെയും സഹോദരങ്ങളെയും മിസ്രൈമിലെ ഗോസേൻ ദേശത്ത് പാർപ്പിച്ച് സംരക്ഷിക്കുവാൻ ദൈവം അത്ഭുതകരമായ പദ്ധതി ഒരുക്കി അവരെ അനുഗ്രഹിച്ചു. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മിസ്രൈമിൽ നിന്ന് വന്ന യാക്കോബിൻ്റെ കുടുംബക്കാർ 70 പേരായിരുന്നു എന്നാണ്. കാലങ്ങൾ വേഗം കടന്നുപോയി. യോസഫും സഹോദരന്മാരും ആ തലമുറയൊക്കെയും മരണപ്പെട്ടു. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ച് പെരുകി ബലപ്പെടുകയാണ്. ദേശം ഇസ്രായേൽ മക്കളെ കൊണ്ട് നിറയുകയാണ്. 8-ാമത്തെ വാക്യം നാം വായിക്കുന്നത്, ജോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിലുണ്ടായി. ബലവും ശക്തിയും പെരുപ്പവുമുള്ള ഇസ്രായേൽ ജനം ഫറവോന്റെ ഉറക്കം കെടുത്തുവാൻ കാരണമായി. ഇസ്രായേൽ ജനത ഫറവോന് ഭീഷണിയായി മാറി. ഇസ്രായേൽ ജനത്തെ പീഡിപ്പിക്കുവാൻ രാജാവ് ഊഴിയ വിചാരകന്മാരെ നിയമിച്ചയക്കുകയാണ്. എന്നാൽ അവരെ പീഡിപ്പിക്കുന്നവരും ജനം വർദ്ധിച്ച് പെരുകുകയാണ്. ജനത്തിൻ്റെ വർധനവിൽ ഭയപ്പെട്ടു പോയ രാജാവ് ഇസ്രായേൽ മക്കളുടെ വളർച്ചയ്ക്ക് തടസ്സമിടാൻ വേണ്ടി, തകർക്കാൻ വേണ്ടി ഗൂഢമായൊരു പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ്. ക്ഷിപ്ര എന്നും പൂവ എന്നും പേരുള്ള
2 എബ്രായ സൂതികർമ്മിണികളെ രാജാവ് തന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. സൂതികർമ്മിണികൾ, മിഡ് വൈഫ്സ്, അന്നത്തെ കാലത്തെ വളരെ റെപ്യൂട്ടഡായ മാന്യതയുള്ള ഒരു ശുശ്രൂഷയായിരുന്നു സൂതികർമ്മം എന്ന ശുശ്രൂഷ. They were well respected class of the time എന്നാണ് വേദപണ്ഡിതാക്കൾ പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഭറവോൻ രാജാവ് കൽപ്പന കൊടുത്തുവിടുകയല്ല ചെയ്തത്, അവരെ കൊട്ടാരത്തിൽ ക്ഷണിച്ച് നേരിട്ട് കൽപ്പന കൊടുക്കാൻ കാരണമായത് അത്രമാത്രം ആദരിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്തവരായിരുന്നു അന്നത്തെ കാലത്തെ സൂതികർമ്മിണികൾ. എന്താണ് അവരുടെ പേരുകൾ? ക്ഷിപ്ര എന്നാണ് ഒരാളുടെ പേര്. ക്ഷിപ്ര എന്ന വാക്കിൻ്റെ അർത്ഥം ബ്യൂട്ടിഫുൾ, ഫെയർ എന്നാണ്. അഴകുള്ള, സ്ഫുടമായ, ഭംഗിയുള്ള എന്നൊക്കെ നമുക്കതിനർത്ഥം കുറിക്കാം. രണ്ടാമത്തെ സൂതികർമ്മിണിയുടെ പേര് പൂവ എന്നാണ്. പൂവ എന്ന പേരിൻ്റെ അർത്ഥം സ്പ്ലെൻഡിഡ്, റേഡിയന്റ് എന്നൊക്കെയാണ് ഇംഗ്ലീഷ് പരിഭാഷ. ദീപ്തിമത്തായ, പ്രകാശപൂർണമായ, തേജസ്സുള്ള എന്നൊക്കെ നമുക്കതിനും അർത്ഥം കുറിക്കാം. അപ്പോൾ അഴകുള്ള ക്ഷിപ്രായെയും തേജസ്സുള്ള പൂവായുമാണ് രാജാവ് കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നത്. സൗന്ദര്യം പേരിലല്ല, സൗന്ദര്യം രൂപത്തിലല്ല, സൗന്ദര്യം വേഷവിധാനങ്ങളിലല്ല, സൗന്ദര്യം ജീവിതത്തിലാണെന്ന് വിശ്വസിച്ച് 2 എബ്രായ സ്ത്രീകളായിരുന്നു അവർ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അപ്പിയറൻസിനും ലുക്കിനും ഇന്ന് അമിതമായ പ്രാധാന്യം കൊടുക്കുന്ന കാലമാണ്. അതിനുവേണ്ടി എത്ര പണം മുടക്കാനും സമയം വ്യയം ചെയ്യാനും മടിയില്ലാത്തവരുടെ കാലമാണ്. അതിനായി എത്ര സമയം കളയാനും മടിയില്ലെന്ന് പറയുമ്പോൾ വിവാഹത്തിൻ്റെ ഒരുക്കത്തിന് എത്രമാത്രം പണമാണെന്ന് ചെലവഴിക്കുന്നത് മണവാളന്മാരും കുറവല്ല. ഒരു സിറ്റിങ്ങിന് 50,000 മുതലാണ് ചാർജ്. പുരുഷന്മാരാണ് പെൺകുട്ടികളെ, മണവാട്ടിമാരെ ഇന്ന് ഒരുക്കുന്നത്. മുക്കിന് കോണ് മുളയ്ക്കുന്നത് പോലെ ബ്രൈഡൽ സ്റ്റുഡിയോ പെരുകുകയാണ്. 5-6 സിറ്റിംഗ് ആണ്. വാക്സിങ്, ത്രെഡിങ്, ട്വീസിങ്, ടിൻഡിങ്, മസാജ്. നിങ്ങൾ വിചാരിക്കും അച്ഛനതൊക്കെ കൊച്ചമ്മയ്ക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടാണോ? അല്ല പ്രിയമുള്ളവരെ, പ്രസംഗിക്കാൻ വേണ്ടി തപ്പിയെടുത്തതാണ്. പത്രോസ്ലീഹ പറയുന്നത്, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല. ഹല്ലേലൂയ. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണം എന്ന് പറയുമ്പോൾ ഒരിക്കലും നശിക്കാത്ത ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. ബാക്കി കേൾക്കണം, അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ജെന്റിൽ ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ് ഈസ് ദ ഇംപെരിഷബിൾ ജുവൽ. താഴ്മയുള്ള, ശാന്തതയുള്ള ആത്മാവാണ് അനശ്വരമായ രത്നം, അമൂല്യമായ ആഭരണമെന്ന് പത്രോസ്ലീഹ എഴുതി വയ്ക്കുകയാണ്. ബട്ട് വി ഓഫൺ ഗോ ആഫ്റ്റർ ദി പെരിഷബിൾ. എന്നാൽ നശ്വരമായതിൻ്റെ പുറകിലാണ് നാം ഇന്ന് പലപ്പോഴും ഓടിപ്പോകുന്നത്. ഹൃദയത്തിൻ്റെ സൗന്ദര്യമുള്ള ക്ഷിപ്രയും പൂവയും, എ ന്യൂ ട്രാൻസ്ലേഷൻ ഓഫ് ബ്യൂട്ടി. അഴകുള്ള ക്ഷിപ്രയും പ്രകാശവതിയായ പൂവയും. വേദപുസ്തകത്തിൽ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള 7 വാക്യങ്ങളിൽ മാത്രമാണ് ഈ ക്ഷിപ്രയെക്കുറിച്ചും പൂവയെക്കുറിച്ചും പരാമർശമുള്ളത്. നല്ലൊരു പുസ്തകം മുഴുവൻ എഴുതാൻ പര്യാപ്തമായ വിധത്തിലുള്ള സൗന്ദര്യം തുളുമ്പുന്ന, ഹല്ലേലൂയ, ആധ്യാത്മികത നിറയുന്ന ജീവിതത്തിന് ഉടമകളായിരുന്നു ക്ഷിപ്രയും പൂവയും. ഹല്ലേലൂയ. ക്ഷിപ്രയുടെയും പൂവയുടെയും ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന 3 പാഠങ്ങൾ ദൈവം നമ്പരാൻ അവർക്ക് കൊടുത്ത 2 പ്രതിഫലങ്ങളാണ് ഈ രാത്രി നാം ഒരുമിച്ച് ധ്യാനിക്കേണ്ടത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളല്ല, കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. മറന്നുപോയത് കൊണ്ട്, പാലിക്കാൻ പരാജയപ്പെടുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി വീണ്ടും നമ്മുടെ ഉള്ളങ്ങളിലേക്ക് ഈ സന്ദേശം പകർന്നു തരുന്നുവെന്ന് വിശ്വസിച്ച് വേണം ഈ വചനം കേൾക്കാൻ. 1, അവർക്കുണ്ടായിരുന്ന സൗന്ദര്യം ദൈവഭക്തിയുടെ സൗന്ദര്യമായിരുന്നു. ബ്യൂട്ടി ഓഫ് ഡിവോഷൻ, ദൈവഭക്തിയുടെ സൗന്ദര്യം. കഠിനമായ അടിമത്തത്തിന് നടുവിലുള്ള ഇസ്രായേൽ മക്കളുടെ വളർച്ച, സന്താനവർദ്ധന ഭറവോ രാജാവിൻ്റെ ഉറക്കം കെടുത്തി എന്ന് ഞാൻ പറഞ്ഞു ആമുഖമായി. ഭാവിയിൽ ഒരു യുദ്ധമുണ്ടായാൽ ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ തൻ്റെ ജനം തോറ്റുപോകുമെന്ന് രാജാവ് വല്ലാതെ ഭയപ്പെട്ടു. ഉറക്കമില്ലാത്ത രാത്രികൾ. ഈ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്
ദുരൂഹമായ കൽപ്പന രാജാവ് പുറപ്പെടുവിക്കുന്നത്. ആൺകുട്ടികളെയെല്ലാം പ്രസവശയ്യയിൽ വെച്ച് തന്നെ കൊല്ലണം, പെൺകുഞ്ഞുങ്ങളെ രക്ഷ ചെയ്യണം. കൽപ്പന നിഗൂഢമാണെങ്കിലും രാജകൽപ്പനയായതിനാൽ അതിനെ നിസ്സാരമായി കാണാൻ അനുവാദമില്ല. കാരണമുണ്ട്. ഇത് ഫറവോൻ രാജാവിൻ്റെ കൽപ്പനയാണ്. ഈജിപ്തിലെ അക്കാലത്തെ വലിയ സാമ്രാജ്യമായിരുന്നു ഫറവോന്റെ സാമ്രാജ്യം. ഈജിപ്ത് രാജാവായ ഫറവോൻ ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധിപതി എന്ന് കണക്കാക്കപ്പെട്ടിരുന്നു. ഈജിപ്തിലെ ജനങ്ങൾ അവരുടെ രാജാവ് അവരുടെ ദേവന്മാരാൽ അഭിഷേകം ചെയ്യപ്പെടുന്നവരാണെന്ന് വിശ്വസിച്ചിരുന്നു. രാജകൽപ്പന നിരസിച്ചാൽ മരണശിക്ഷയല്ലാതെ മറ്റൊന്നും മുമ്പിൽ ഇല്ലെന്ന് വ്യക്തമായി അവർക്കറിയാമായിരുന്നു. അപ്പോൾ അക്കാലത്തെ സർവാധികാരിയായ ഒരു രാജാവിൻ്റെ കൽപ്പന രാജാവ് നേരിട്ട് നൽകുകയാണ്. അത് സാരമില്ല എന്ന് കരുതി പ്രിയമുള്ളവരെ, മർത്യനെ നീ ഓർക്കണം, താഴോട്ട് വായിക്കണം, നീ അവനെ ദൈവത്തെക്കാൾ ദൈവത്തിന്റെ അലംഘനീയമായ കൽപ്പനയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദൈവത്തെ ഭയപ്പെട്ട രണ്ട് സൂതികർമ്മിണികളുടെ സൗന്ദര്യമാണ് ഭക്തിയുടെ സൗന്ദര്യം. 2, ബ്യൂട്ടി ഓഫ് വിഷൻ, ദർശനത്തിന്റെ സൗന്ദര്യം. സൗന്ദര്യം തുളുമ്പുന്ന കാഴ്ചപ്പാടിന്റെ ആൾരൂപങ്ങളായി നാം ഇവിടെ ശിപ്രയും പൂവയും കാണുന്നു. സൂതികർമ്മത്തെ അവർ കണ്ടത് ഒരു തൊഴിലായിട്ടല്ല, ഒരു നിയോഗമായിട്ടാണ്. ദൈവ നിയോഗമായി സൂതികർമ്മത്തെ കാണുവാൻ ക്ഷിപ്രയ്ക്കും പൂവയ്ക്കും ദൈവം ഭാഗ്യം നൽകി. സൂതികർമ്മത്തെ കാണുവാൻ ക്ഷിപ്രയ്ക്കും പൂവയ്ക്കും ദൈവം ഭാഗ്യം നൽകി. പ്രസവം ജീവനും മരണത്തിനുമിടയിലുള്ള അനുഭവമല്ലേ? അതെത്ര ശ്രദ്ധയോടും എത്ര സൂക്ഷ്മതയോടും എത്ര ഉത്തരവാദിത്തോടും നിറവേറ്റേണ്ട ദൗത്യമാണ്. അല്പം അശ്രദ്ധമായാൽ ജീവൻ നഷ്ടപ്പെടും. ഒരുപക്ഷെ പിറന്നു വീഴുന്ന കുഞ്ഞും ഒരുപോലെ സംരക്ഷിക്കപ്പെടേണ്ട ദൗത്യമാണിത്. ഇത് പരിശുദ്ധമായ നിയോഗമാണ്. ഒരു കൈപ്പിഴയുണ്ടായാൽ നിങ്ങളെയാണ് ഫറവോൻ രാജാവ് ജീവനെ ഹനിക്കാൻ, ആൺപൈതങ്ങളെ കൊല്ലാൻ കൽപ്പന നൽകി നിയോഗിക്കുന്നത്. രാജകൽപ്പനയേക്കാൾ ദൈവത്തിന്റെ നിയമത്തെ വലുതായി കണ്ട ക്ഷിപ്രയും പൂവയും പറയുന്നത്, ഓ ജീവൻ ദൈവത്തിന്റെ ദാനമാണ്. ഒരു ജീവൻ ഉരുവാകുന്നത് ഫറവോ രാജാവേ നിന്റെ കൽപ്പന കൊണ്ടല്ല. ഒരു ജീവൻ ഭൂമിയിൽ ഉളവാകുന്നത് രാജാവിന്റെ അധികാരം കൊണ്ടല്ല. ഒരു ജീവൻ ഭൂമിയിൽ ഉളവാകുന്നത് രാജാവിന്റെ സൈന്യബലം കൊണ്ടല്ല, രാജാവിന്റെ സമ്പത്ത് കൊണ്ടല്ല. ഓ പിന്നെ അണ്ടകടാങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന്റെ കൈവേലയാണ്, ദൈവത്തിന്റെ മനസ്സിലാണ് ഓരോ കുഞ്ഞുമെന്ന് 127 സങ്കീർത്തനത്തിന് 3 വാക്യത്തിലുണ്ട്. മക്കളെ ഹോവ നൽകുന്ന അവകാശം, ഉദരഫലം അവൻ്റെ പ്രതിഫലം. ഹല്ലേലൂയ. ഓരോ കുഞ്ഞും ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ മനസ്സിലും കൈവേലയുമാണ്. പ്രസവശയിൽ പിറന്നു വീഴുന്ന പൈതൽ ഏതോ ഒരു എബ്രായ സ്ത്രീ ജന്മം നൽകിയ കുഞ്ഞല്ല. പ്രസവശയിൽ ഞങ്ങളുടെ മുമ്പിൽ പിറന്നു വീഴുന്ന കുഞ്ഞ് ഏതോ ഒരു എബ്രായ സ്ത്രീ ജന്മം നൽകിയ പ്രസവിച്ച ഒരു കുഞ്ഞല്ല. പിന്നെയോ അത് ദൈവത്തിന്റെ സൗന്ദര്യമുള്ള ദൈവത്തിന്റെ വകയാണെന്ന് തിരിച്ചറിയാൻ, ജീവനെ വിലയേറിയതായി കാണാൻ ക്ഷിപ്രയ്ക്കും പൂവയ്ക്കും ദർശനമുണ്ടായി. ജീവനെ ഹനിക്കുന്ന കൽപ്പന അതാരുടേതാണെങ്കിലും അത് ദൈവത്തിന്റെ പദ്ധതിക്ക് വിരുദ്ധമാണെന്ന് തിരിച്ചറിയാൻ ക്ഷിപ്രയ്ക്കും പൂവയ്ക്കും ദർശനമുണ്ടായി. ജീവന്റെ സംഹാരകരല്ല, ജീവന്റെ സംരക്ഷകരാകാനുള്ള നിയോഗം. ശിശുഹത്യ, ഭ്രൂണഹത്യ, അബോർഷനൊക്കെ പെരുകുന്ന കാലമാണ്. നൊന്ത് പ്രസവിച്ച മാതാവും ജന്മം നൽകുന്ന അപ്പനുമൊക്കെ ബാധ്യതയായി മാറുന്ന കാലമാണ്. വൃദ്ധമന്ദിരങ്ങൾ പെരുകുന്ന കാലമാണ്. വൃദ്ധമന്ദിരത്തിൽ അപ്പനെ സന്ദർശിച്ചപ്പോൾ അപ്പൻ പറയുകയാണ്, സങ്കടമുണ്ട്, എനിക്കിവിടെ സെപ്പറേറ്റ് മുറിയുണ്ട്, 3 നേരം ഭക്ഷണമുണ്ട്,
എല്ലാ സൗകര്യങ്ങളുമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവൾ കഴിഞ്ഞ വർഷം മരണപ്പെട്ടു പോയച്ചാ. എനിക്ക് 7 മക്കളാണ് ചാ. 7 മക്കളും വിദേശ രാജ്യങ്ങളിലാണ്. അവരെല്ലാം മിടുക്കന്മാരായതുകൊണ്ട് അവർ 7 പേരും വിദേശ രാജ്യങ്ങളിലാണ്. ഞാനൊരു ഭോഷനായി പോയത് കൊണ്ട് ഞാൻ വൃദ്ധമന്ദിരത്തിലാണ് ചാ. എൻ്റെ ഒരു മകനെങ്കിലും ബുദ്ധിക്ക് പ്രയാസമുള്ളവനായിരുന്നെങ്കിൽ അവസാന കാലം വായിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു തരാൻ അവനുണ്ടാകുമായിരുന്നു. എൻ്റെ 7 മക്കളും ബുദ്ധിമാന്മാരായി പോയതിൽ ഞാൻ പലപ്പോഴും വല്ലപ്പോഴുമൊക്കെ വേദന കൂടുമ്പോൾ നെടുവീർപ്പിടാറുണ്ടച്ചാ. എന്നെ പരിചരിക്കുന്നത് ഹോം നേഴ്സാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ വീഡിയോ കോളിൽ ചെയ്യുമെന്ന് പറയും. ഹോം നേഴ്സ് എടുത്ത് കാണിക്കും. എനിക്കിതൊന്നും അറിയില്ലച്ചാ. അവളിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കാറ്ററാക്റ്റ് വന്ന് 2 കണ്ണിനും സർജറി കഴിഞ്ഞതാണ്. ഇപ്പോഴും കാഴ്ച ശരിയായിട്ടില്ല. അവർക്ക് സന്തോഷമാണ്. അപ്പനെ ചെറിയ സ്ക്രീനിലൂടെ കാണാം. എൻ്റെ അച്ഛ അവരൊന്ന് അടുത്ത് വന്ന് എൻ്റെ കൂടെ ഒരു രാത്രി പാർത്തിരുന്നെങ്കിലെന്ന് ഞാൻ കൊതിച്ചു പോയിട്ടുണ്ട്. എത്രയോ രാത്രികൾ എൻ്റെ കുഞ്ഞുങ്ങളെ മാറി മാറി ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അച്ഛാ, ഞാൻ ചാകുന്നതിന് മുമ്പേ ഒന്ന് കാണാൻ കഴിയുമോ? ഇളയ മകന് കുഞ്ഞ് പറഞ്ഞിട്ട് 3 വയസ്സായി. അവൻ്റെ ബാപ്റ്റിസം വിദേശത്ത് നടത്തിയച്ചാ. അവരെ ഞാൻ കണ്ടിട്ടില്ല. വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലായിട്ടല്ല അച്ഛാ. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എൻ്റെ കുഞ്ഞുങ്ങളെ മരിക്കും മുമ്പേ ഒന്ന് കൺകുളിർക്കെ കാണണം. കൈ വളരുന്നു, കാല് വളരുന്നു എന്ന് നോക്കി കഷ്ടപ്പെട്ട് മുണ്ട് മുറുക്കി കൊടുത്ത് നിലാവുള്ള രാത്രിയിലും കപ്പയ്ക്ക് കിളച്ചു വളർത്തിയ രാജ. ആരുമില്ല, ആർക്കും വേണ്ടെന്നെ. ഈ പിതാവ് പൊട്ടിക്കരയുകയാണ്. ജീവനെ ഹനിക്കുന്ന വഴികൾ ആരുടേതാണെങ്കിലും മാതാപിതാക്കളുടെ കണ്ണുനീർ വീഴുന്ന പ്രവൃത്തി ഏത് ബലവാനായ മകന്റെയും മകളുടേതുമാണെങ്കിലും അതിനൊരുപാട് വില കൊടുക്കേണ്ടി വരും. പ്രിയരെ, നീ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. സംശയമൊന്നും വേണ്ട. വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അല്ലെങ്കിൽ ഈ വചനം സത്യമല്ല. തങ്ങൾ ജന്മം നൽകുന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ സ്വന്തമായി കണ്ട് സംരക്ഷിച്ച സൂതികർമ്മിണികളുടെ സൗന്ദര്യമുള്ള ദർശനം. സൂതികർമ്മിണികൾ പൊതുവെ വന്ധ്യത പേറുന്നവരാണ്. മച്ചികളായി മുദ്ര കുത്തപ്പെട്ടവരാണ്. നിങ്ങൾ എൻ്റെ കൂടെ യാത്ര ചെയ്യണം പ്രിയരെ. ദൈവത്തിന് സ്തോത്രം. മക്കളെ പ്രസവിപ്പാൻ ഭാഗ്യം ലഭിക്കാത്ത സൂതികർമ്മിണികളുടെ ദർശനം, ഞാൻ ആവർത്തിക്കട്ടെ, മക്കളെ പ്രസവിക്കാൻ അന്ന് വരെ ഭാഗ്യം ലഭിക്കാതെ പോയ സൂതികർമ്മിണികളുടെ ദർശനം ഇന്ന് മക്കളെ പ്രസവിപ്പാൻ ഭാഗ്യം ലഭിച്ച മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഭാരമുള്ള മരക്കുരിശുമായി വേച്ചും വീണും ഗോൽഗോഥ കയറുന്ന യേശു തമ്പുരാൻ തന്റെ പിന്നിനായി അലമുറയിട്ട് കരയുന്ന ഒരു കൂട്ടം സ്ത്രീകളെ നോക്കി പുറപ്പെടുവിച്ച കൽപ്പന എന്താണ്? യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട. നിങ്ങൾ കരയേണ്ടത് നിങ്ങളുടെ ഉദരത്തിൽ 9 മാസം 9 നിമിഷം 9 ദിവസം 9 നിമിഷം ഉദരത്തിൽ പേരെന്ന് നിങ്ങളുടെ തലമുറയോർത്താണ്. അപ്രകാരം കരയാൻ നിങ്ങൾ പരാജയപ്പെട്ടാൽ നിങ്ങൾ അവരെ ഓർത്ത് കരയേണ്ട കാലമുണ്ടാകുമെന്ന് വേദനിക്കുന്ന മരക്കുരിശുമായി ഗോൽഗോഥ കയറുന്ന തമ്പുരാൻ പറഞ്ഞെങ്കിൽ, മാതാപിതാക്കന്മാരുടെ നമ്മുടെ ഹൃദയമാകുന്ന മാംസപ്പലകമേൽ കൊത്തിവെക്കപ്പെടേണ്ട ദൈവത്തിന്റെ കൽപ്പനയാണിത്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവം ദാനമായി തന്ന തലമുറ നഷ്ടപ്പെട്ടു പോയാൽ അതിന്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അനേക കുഞ്ഞുങ്ങൾ മാതൃഗർഭത്തിൽ വെച്ച് ചാപിള്ളകളായി തീർന്നപ്പോൾ ഊനമില്ലാത്ത തലമുറയെ ദൈവം തമ്പുരാൻ നമുക്ക് തന്നെങ്കിൽ അവരെ ദൈവകൃപയിൽ വളർത്താനുള്ള നിയോഗമാണ് നമ്മുടേതെന്ന് വിസ്മരിപ്പാനായിട്ട് പാടില്ല. ഇന്ന് ലാവിഷാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ പിസ്സയും ബർഗറും KFCയും ഒക്കെ ജങ്ക് ഫുഡുകളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ അമ്മയുടെ ഭക്ഷണം ഇഷ്ടമല്ലെങ്കിൽ അവർ സൊമാറ്റോയും സ്വിഗ്ഗിയും ഒക്കെ ആപ്പിൽ ഓർഡർ ചെയ്ത് വീട്ടിൽ ഭക്ഷണം വരുമ്പോഴേ അമ്മ പോലും അറിയുകയുള്ളൂ.
മക്കൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാൻ മാതാപിതാക്കൾ തയ്യാറാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലെ അമ്മമാരെ, നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രം പരിശോധിക്കുന്നവരായി മാറാതെ അവരുടെ സ്പിരിച്വൽ ഫിറ്റ്നസ് പരിശോധിക്കാൻ നാം ഉത്തരവാദിത്തപ്പെട്ടവരാണ്. മാതാപിതാക്കന്മാരോട് വീണ്ടും പറയട്ടെ, മക്കളുടെ സ്പിരിച്വൽ ഫിറ്റ്നസ് പരിശോധിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് മാതാപിതാക്കന്മാരെന്ന് മറക്കരുത്. വൈദികനായി ഞാനും ഈ ദൗത്യം നിറവേറ്റാൻ വിളിക്കപ്പെട്ടവരാണ്. കാരണം 40 സംവത്സരങ്ങൾ ഇസ്രയേലിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്ത ഏലിയുടെ ഭവനം പോലും തകർന്നു പോയില്ലേ? എന്തുകൊണ്ട് തകർന്നു? താൻ സേവിക്കുന്ന ദൈവത്തെ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തില്ല. ദൈവകൽപ്പനയുടെ അടിസ്ഥാനത്തെ അവരെ പഠിപ്പിച്ചില്ല. യാഗപീഠത്തിന്റെ പരിശുദ്ധി എന്താണെന്ന് മക്കളെ ബോധ്യപ്പെടുത്താൻ പരാജയപ്പെട്ടു പോയ അപ്പൻ പട്ടുപോയ ചരിത്രം ഒരു മുന്നറിയിപ്പല്ലേ പ്രിയരെ? ദേവാലയങ്ങൾ നിർജീവമാകാൻ കാരണം ഭവനങ്ങളിൽ ദേവാലയങ്ങൾ മരിക്കുന്നത് കൊണ്ടാണ്. ഫറവോന്റെ മൂർച്ചയേറിയ വാളിന് ഇരയാകാതിരിപ്പാൻ തൻ്റെ പൈതലിനെ സംരക്ഷിക്കുന്നതിന് നമുക്കറിയാം, യോഗവേദും അമ്രാമും ചേർന്ന് ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങിയെന്ന് 2-ാം അധ്യായം പുറപ്പാട് നാം വായിക്കുന്നുണ്ട്. എന്താണ് അവിടെ ചെയ്തത്? വെറുതെ വായിച്ചു വിടരുത്. കീലും പശയും തേച്ച് സുരക്ഷിതത്വം ഉറപ്പുവരുത്തി ആ ചെറിയ പെട്ടകം ഒരുക്കിയിട്ട് ആ ഞാങ്ങണപ്പെട്ടകത്തിനുള്ളിൽ മോശക്കുഞ്ഞിനെ കിടത്തി. ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്തു? ഒഴുക്കുള്ള നൈൽ നദിയിൽ ഈ കുഞ്ഞിനെ ഒഴുക്കി വിടാതെ ഞാങ്ങണയുടെ ഇടയിൽ ഈ കുഞ്ഞിനെ വെച്ചു എന്നാണ് നാം വചനത്തിൽ വായിക്കുന്നത്. ഒരു ആത്മീയ അർത്ഥം അതിനകത്തുണ്ട്. ഈ ലോകത്തിൻ്റെ സ്വാധീനങ്ങളിലും ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിലും നമ്മുടെ തലമുറ വീണുപോകാതിരിക്കണമെങ്കിൽ നാം വെക്കേണ്ട ഒരിടമുണ്ട്. നമ്മുടെ തലമുറയെ ഞാങ്ങണയുടെ ഇടയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം വെക്കാൻ സമർപ്പിതരാകണം. നമ്മുടെ തലമുറ നഷ്ടപ്പെട്ടു പോകാതെ തട്ടി നിൽക്കാൻ പര്യാപ്തമായ ചില ഞാങ്ങണകൾ ഉണ്ടാവണം പ്രിയരെ. ഞാങ്ങണകൾ ഒരുക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഈ നിൽക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും. പ്രാർത്ഥനയാകുന്ന ഞാങ്ങണയിൽ നമ്മുടെ തലമുറ തട്ടി നിൽക്കട്ടെ. കണ്ണുനീരാകുന്ന ഞാങ്ങണയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ തട്ടി നിൽക്കട്ടെ. ദൈവവചനമാകുന്ന ഞാങ്ങണയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ തട്ടി നിൽക്കട്ടെ. ആരാധനയാകുന്ന ഞാങ്ങണയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ തട്ടി നിൽക്കട്ടെ. സൺഡേ സ്കൂളാകുന്ന ഞാങ്ങണയിൽ നമ്മുടെ തലമുറ തട്ടി നിൽക്കട്ടെ. കുടുംബ പ്രാർത്ഥനയാകുന്ന ഞാങ്ങണയിൽ നമ്മുടെ തലമുറ തട്ടി നിൽക്കട്ടെ. മാതാപിതാക്കന്മാരുടെ വിശുദ്ധ ജീവിതമെന്ന ഞാങ്ങണയിൽ നമ്മുടെ തലമുറ തട്ടി നിൽക്കട്ടെ. ഹല്ലേലൂയ. മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുന്നത് മതിയാക്കിയിട്ട് മക്കളെ സമ്പാദിക്കണം. മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുന്നത് മതിയാക്കിയിട്ട് മക്കളെ സമ്പാദിക്കണം. നാം ചുമക്കുന്ന വേദപുസ്തകം നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾ ചുമന്നില്ലെങ്കിൽ, നാം ആരാധിക്കുന്ന ഈ വചന കൂടാരത്തിൽ നാളെ നമ്മുടെ തലമുറ വന്നില്ലെങ്കിൽ, നാം ഏറ്റുപറയുന്ന പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയാൻ നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇല്ലാതെ പോയാൽ നാം ഓടിയതും അധ്വാനിച്ചതുമൊക്കെ വൃഥാവല്ലേ പ്രിയരെ? വൃഥാവല്ലേ? നീതിമാന്റെ മക്കൾ അപ്പം ഇരക്കുകയില്ല. ഹല്ലേലൂയ. അത് വിസ്മരിപ്പാൻ പാടില്ല. നീതിമാന്റെ മക്കൾ അപ്പം ഇരക്കുകയില്ല. നാളെ അപ്പം ഇരക്കുന്ന ഒരു തലമുറയെ ഉണ്ടാക്കാൻ വേണ്ടിയല്ല. നീതിമാന്റെ ഭവനമോ എന്നേക്കും നിലനിൽക്കും. ദുഷ്ടന്റെ ഭവനം തകർന്നു പോകുമെന്ന് ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ പങ്കുവെക്കുന്ന വചനം വിസ്മരിക്കരുത്. 2024 നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, തലമുറയ്ക്ക് വേണ്ടി ഒരു ഉടമ്പടി ജീവനം നയിപ്പാൻ രാത്രിയുടെ യാമങ്ങളിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ അവരുടെ കിടക്കകരിയിൽ പോയി കരയാൻ മനസ്സുള്ള അമ്മമാർ അടൂർ ഭദ്രാസനത്തിൽ ഉണ്ടാകട്ടെ. വചനം കേൾക്കുന്ന എല്ലായിടങ്ങളിലും ഉണ്ടാവട്ടെ. രാത്രി 12 മണിക്കോ 2 മണിക്കോ 3 മണിക്കോ 4 മണിക്കോ ഒരു അരമണിക്കൂർ സമയം കുഞ്ഞുങ്ങൾ ഏത് പ്രായത്തിലാണെങ്കിലും മക്കൾ ഉറങ്ങുന്ന മുറികൾ പൂട്ടാൻ അവരെ അനുവദിക്കരുത്. അവരുടെ പ്രൈവസിക്കുള്ള വഴികൾ കൊടുക്കരുത്. നിങ്ങൾ നൊന്ത് പ്രസവിച്ച മക്കൾക്ക് നിങ്ങൾ അറിയാത്തൊരു പ്രൈവസി വേണ്ട.
അവരുടെ മുറികൾ അടയ്ക്കാൻ അനുവാദം കൊടുക്കരുത്. എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, നിങ്ങളുടെ മുറികൾ അടയ്ക്കരുത്. നിങ്ങളുടെ അപ്പൻ ഏത് സമയത്ത് കയറി വരാൻ അനുവാദം വേണം. നിന്റെ അമ്മയ്ക്ക് ഏത് സമയത്ത് കയറി വരാൻ അനുവാദം വേണം. അവർക്ക് വേണ്ടി കരയാൻ മനസ്സുള്ള അമ്മമാർ ഈ മാർത്തോമാ സഭയിൽ ഉണ്ടാകട്ടെ. Hallelujah. If we miss this generation, we will miss all the generations. ഈ തലമുറ നഷ്ടപ്പെട്ടു പോയാൽ എല്ലാ തലമുറയും നഷ്ടപ്പെടും. ദർശനത്തിൻ്റെ സൗന്ദര്യം. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ പ്രിയരെ, ദ ബ്യൂട്ടി ഓഫ് വിറ്റ്നസ്, സാക്ഷ്യത്തിൻ്റെ ശുശ്രൂഷയുടെ സൗന്ദര്യം. സാക്ഷ്യത്തിൻ്റെ ശുശ്രൂഷയുടെ സൗന്ദര്യം. ദൈവിക പദ്ധതി നിറവേറ്റുവാനായി ത്യാഗപൂർവം പ്രവർത്തിച്ച സൂതികർമ്മിണികൾ, രാജാവ് അവരെ വിളിച്ച്, നിങ്ങൾ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ സംരക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുകയാണ്. വിവേകപൂർണമായ മറുപടിയാണ് അവർ നൽകുന്നത്. പറഞ്ഞത് എന്താണ്? രാജാവേ, എബ്രായ സ്ത്രീകൾ ഈജിപ്തിലെ സ്ത്രീകളെ പോലെയല്ല, അവർ തിറവുള്ളവർ. They are more healthy than Egyptian women എന്നാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അവർ ഈ ഫറവോന്റെ രാജ്യത്തിലെ സ്ത്രീകളെ പോലെയല്ല, അവർ കൂടുതൽ ആരോഗ്യമുള്ളവർ, തിറവുള്ളവരാണ്. രാജാവ് ആ വാക്ക് വിശ്വസിച്ചു. ആ വാക്ക് വിശ്വസിക്കാൻ ദൈവം രാജാവിനെ പ്രേരിപ്പിച്ചു. വിശ്വസനീയമായ രീതിയിൽ അവരത് അവതരിപ്പിച്ചു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, തങ്ങൾ പറഞ്ഞത് കള്ളമാണെന്നും ആൺകുഞ്ഞുങ്ങളെ മനഃപൂർവ്വം രക്ഷിച്ചതാണെന്നും രാജാവിന് ബോധ്യപ്പെട്ടാൽ അവരുടെ മുമ്പിലുള്ളത് മരണശിക്ഷ മാത്രമാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമെങ്കിലും ജീവനെ പണയപ്പെടുത്തി ജീവനെ സംരക്ഷിക്കുവാൻ അവർ തീരുമാനിക്കുകയാണ്. മരിക്കേണ്ടി വന്നാലും തങ്ങളുടെ കൈകളാൽ ഒരു ജീവനും നഷ്ടപ്പെടാൻ പാടില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത ശിപ്രയും പൂവയും എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിക്ക് വിലങ്ങുതടിയാകാൻ എൻ്റെ വാക്കോ, എൻ്റെ ചിന്തയോ, എൻ്റെ പ്രവൃത്തിയോ, എൻ്റെ വഴികളോ മുഖാന്തരമാകരുത് എന്നാഗ്രഹിച്ച് ഇത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കുകാരിയാകാനുള്ള ഒരു നിയോഗമായി തിരിച്ചറിയാൻ ഈ ശിപ്രയ്ക്കും പൂവയ്ക്കും ദൈവം ആലോചന നൽകുകയാണ്. ത്യാഗപൂർണമായ ശുശ്രൂഷയുടെ സൗന്ദര്യം നമുക്ക് ശിപ്രയിലും പൂവയിലും കാണാൻ കഴിയും. ജീവനെ പണയപ്പെടുത്തി ജീവനെ ആദായപ്പെടുത്തുന്ന സുവിശേഷത്തിന്റെ ദർശനം, ത്യാഗത്തിന്റെ ദർശനം, അതല്ലേ നാം ഇവരിൽ കാണുന്നത്. നമ്മുടെയൊക്കെ സംഘടനകളുടെ മിഷൻ പ്രവർത്തനം എന്താണെന്ന് നാം നമ്മോട് ചോദിക്കണം. സേവികാ സംഘമാണെങ്കിലും സന്നദ്ധ സുവിശേഷ സംഘമാണെങ്കിലും നമുക്കൊരു മിഷൻ ടൂർ ഉണ്ട്. മിഷൻ ടൂർ എന്താണ്? രാവിലെ പോന്ന വഴിക്ക് ഒരു മിഷൻ ഫീൽഡ് കയറും, അല്ലെങ്കിൽ ഒരു ഓർഫണേജ് സന്ദർശിക്കും, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കും, പിന്നെ ഉച്ച കഴിഞ്ഞ് ബീച്ചിൽ വെള്ളത്തിൽ ചാടും. അതാണ് നമ്മുടെ മിഷൻ ടൂറ്. സേവികാ സംഘത്തിൻ്റെ പ്രവർത്തനവും അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ എന്നെ തിരുത്തണം നിങ്ങൾ. ഫുഡ് സെയില്, പിന്നെ സേവികാ സംഘ ദിനത്തിന് സാരി മത്സരമാണ്. സെറ്റ് സാരി ഉടുക്കണം, ഏത് സാരി ഉടുക്കണം, ക്രിസ്മസ് കരോളിന് ഏത് വേണം, അയ്യോ എത്ര പ്രാവശ്യം അസിസ്റ്റ് ചെയ്യാൻ ഇടിയാണ്. ഇപ്പം മദ്ബഹയിലും കയറാൻ അവസരമുണ്ടല്ലോ. അയ്യോ പണ്ടൊരു സേവികാ സംഘത്തിന് തുബദേൻ പ്രാർത്ഥനയിൽ ഒന്നാമത്തെ പ്രാർത്ഥന അമ്മാമയ്ക്ക് കൊടുക്കാത്തതിൻ്റെ പേരിൽ അമ്മാമ സേവികാ സംഘത്തിൽ നിന്ന് രാജിവെച്ച് പോയ കഥ എനിക്കറിയാം. കാരണം തീരുമാനിച്ച ദിവസം അമ്മാമയ്ക്ക് വരാൻ പറ്റിയില്ല. അന്നാണ് തീരുമാനമെടുത്ത് തുബദേൻ പ്രാർത്ഥന 6 പേര് വീതിച്ചെടുത്തു. അമ്മാമയ്ക്ക് അവസാനത്തെ പ്രാർത്ഥനയാകും സത്യവിശ്വാസികൾക്ക് എന്ന് ആരംഭിക്കുന്ന അമ്മാമയ്ക്ക് വലിയ ഇഷ്ടമല്ല. ഒന്നാമത്തെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കച്ചകെട്ടിയിരുന്ന അമ്മാമയ്ക്ക് അത് കിട്ടാത്തതിൻ്റെ പേരിൽ പ്രശ്നമുണ്ടാക്കിയത് എനിക്കറിയാം. കമ്മിറ്റിയിൽ പിന്നെ ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വന്നു. പ്രിയരെ, നമ്മുടെയൊക്കെ സംഘടനകളുടെ പ്രസക്തി പള്ളികളിൽ നഷ്ടപ്പെടുകയാണോ? സേവികാ സംഘം, സന്നദ്ധ സുവിശേഷ സംഘം, യുവജന സഖ്യമൊക്കെ ഊർധ്വശ്വാസം വലിക്കുകയാണോ? എൻ്റെ കയ്യിലുള്ള ചിത്രം കാണ്ടമ്മ കൊച്ചമ്മയുടെ ചിത്രമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നല്ലൊരു ചിത്രം പോലും എടുക്കാൻ അന്ന് കഴിഞ്ഞിട്ടില്ല കാണ്ടമ്മ കൊച്ചമ്മയ്ക്ക്. വലിയ സമ്പത്തോ സൗകര്യങ്ങളോ ശാരീരിക ബലമോ സൗന്ദര്യമൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു സാധു സ്ത്രീ, തുമ്പമൺ ചെറുതുരുത്തിയിൽ കാണ്ടമ്മ വർഗീസ്, വിവാഹം കഴിഞ്ഞ് 10 വർഷം
ഭർത്താവ് മരണപ്പെട്ടു. 1908 3 വയസ്സിനും 9 വയസ്സിനും ഇടയിലുള്ള 3 മക്കളുമായി ജീവിക്കാൻ തുടങ്ങി. നിരാശപ്പെട്ടില്ല, ദൈവത്തെ ചോദ്യം ചെയ്തില്ല. റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം തൻ്റെ ജീവിതത്തിൻ്റെ ആധാരമായി ഈ കാണ്ടമ്മക്കൊച്ചം ഏറ്റെടുക്കുകയാണ്. എന്താണ് ആ വചനം? എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് വിശ്വസിച്ച ഭക്തിയായ സ്ത്രീ കാണ്ടമ്മ. അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ വാക്കുകൾ കടമെടുത്താൽ കാണ്ടമ്മ എന്ന പേരിന് 3 ഭാഷകളിലും മനോഹരമായ അർത്ഥമുണ്ട്. തമിഴിൽ കാന്തി എന്നാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? സൗന്ദര്യം എന്നാണ്. മലയാളത്തിൽ കാന്തം എന്നാണ്. മാഗ്നറ്റിക് പവർ എന്നാണ്. ആകർഷണീയമായ ജീവിതത്തിനുടമയാണ് എന്നർത്ഥമുണ്ട്. സംസ്കൃതത്തിൽ അലക്സാണ്ടർ ജേക്കബ് സാർ പറയുന്നത് സംസ്കൃതത്തിൽ കാണ്ഡം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരു അധ്യായം, ഒരു ഏട് എന്നാണ്. ക്രൈസ്തവ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതിക്കുറിക്കാൻ പര്യാപ്തമായ സാക്ഷ്യം നിർവഹിച്ച ഒരു വനിതയായിരുന്നു കാണ്ടമ്മ കൊച്ചമ്മ. 1915 തുമ്പമൺ ബഥേൽ പള്ളിയിൽ ഒരു സ്ത്രീ കൂട്ടം ആരംഭിച്ചു. 1919 മാരാമൺ കൺവെൻഷനിൽ സേവികാ സംഘം രൂപീകൃതമായി. ആദ്യത്തെ സഞ്ചാര സെക്രട്ടറിയായി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് 50 ശാഖകൾ രൂപീകരിച്ചു. പോകുന്ന വഴികളെല്ലാം തനിക്ക് ആധാരമായി തീർന്നത് വേദപുസ്തകമാണ്. നെഞ്ചോട് ചേർത്ത് പിടിച്ചു അഭിമാനത്തോടെ. 1923 ശാലേം ഭവനം ആരംഭിച്ചു. തൻ്റെ ആഭരണം എല്ലാം ഉപേക്ഷിച്ചു. സൗജന്യദാനം തുടങ്ങി. സാധുവായ സ്വാധീനങ്ങളൊന്നുമില്ലാത്ത ഒരു പാവപ്പെട്ട കാണ്ടമ്മ കൊച്ചമ്മ ആരംഭിച്ച സേവികാ സംഘത്തിൻ്റെ പ്രവർത്തനം ഇന്ന് എവിടെ നിൽക്കുന്നു പ്രിയരെ? നമ്മുടെ സംഘടനകൾ എവിടെ നിൽക്കുന്നു എന്ന് ഗൗരവമായി നാം ചോദിക്കണം. തീർന്നില്ല പ്രിയരെ. ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയി സധൈര്യം സുവിശേഷം പറഞ്ഞ വനിതയാണ് കാണ്ടമ്മ കൊച്ചമ്മ. മടങ്ങി വരുമ്പോൾ രാജാവിന് കൊടുത്തത് ഒരു ബൈബിളാണ്. 1964 നവംബർ മാസം 9-ാം തീയതി താൻ പ്രിയം വെച്ച് ആർക്കു വേണ്ടി ജീവിച്ചോ ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഈ ഭക്തയായ വിശുദ്ധിയായ കാണ്ടമ്മ കൊച്ചമ്മ മടങ്ങിപ്പോയി. കാണ്ടമ്മ കൊച്ചമ്മയുടെ കല്ലറയിൽ എഴുതി വച്ചിരിക്കുന്ന വാചകം ഇപ്രകാരമാണ്: അവൾ തന്നാൽ ആവര് ചെയ്തു, അവൾ തന്നാൽ ആവര് ചെയ്തു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെയൊക്കെ ദർശനം എപ്രകാരമാണെന്നുള്ളത് നാം ഗൗരവമായി ചോദിക്കേണ്ട ചോദ്യമാണ്. ക്ഷിപ്രയിലും പൂവയിലും വിളങ്ങിയത് 3 സൗന്ദര്യത്തിൻ്റെ ഭാവങ്ങളാണ്. 1 ദൈവ ഭക്തിയുടെ സൗന്ദര്യം, 2 ദർശനത്തിൻ്റെ സൗന്ദര്യം, 3 ശുശ്രൂഷയുടെ സാക്ഷ്യത്തിൻ്റെ സൗന്ദര്യം. ഈ സൗന്ദര്യത്തിന് ദൈവം നൽകിയത് 2 പ്രതിഫലമാണ്. അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവം നൽകിയ 2 പ്രതിഫലമുണ്ട്. ഒന്നാമത്തെ പ്രതിഫലം ഇസ്രായേൽ ജനതയുടെ വീണ്ടെടുപ്പാണ്. ദി റിഡംഷൻ ഓഫ് പീപ്പിൾ ഓഫ് ഇസ്രായേൽ. ഹല്ലേലൂയ. ക്ഷിപ്രയും പൂവയും കൊല്ലാരെ സംരക്ഷിച്ച ആൺകുട്ടികളുടെ കൂട്ടത്തിൽ അമ്രാമിനും യോഗേബേദിനും ജനിച്ച മോശക്കുഞ്ഞും ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ. 430 സംവത്സരം അടിമത്തത്തിൽ കഴിഞ്ഞ് ഒരു ജനതയുടെ വീണ്ടെടുപ്പുകാരനാകാൻ ദൈവം വിളിച്ച് വേർതിരിച്ച് മോശയെ പോലും സംരക്ഷിപ്പാൻ ഈ പൂവയ്ക്കും ക്ഷിപ്രയ്ക്കും ദൈവം അവസരം നൽകി കാണും. മോശയോ ഭൂതലത്തിലേക്ക് വെച്ച് ഏറ്റവും സൗമ്യനായ ഒരു മനുഷ്യനായിരുന്നു. ആവർത്തന പുസ്തകം അവസാനത്തെ അധ്യായം അവസാന വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവ അഭിമുഖമായി എറിഞ്ഞ് മോശയെ പോലെ ഒരു പ്രവാചകൻ പിന്നെ ഇസ്രായേൽ ഉണ്ടായിട്ടില്ല. 34-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യമാണ്. യഹോവ അഭിമുഖമായി എറിഞ്ഞ് മോശയെ പോലെ ഒരു പ്രവാചകൻ പിന്നെ ഇസ്രായേൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ഇൻകംപയറബിൾ പേഴ്സണാലിറ്റി ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ. ഹല്ലേലൂയ. അതുല്യമായ ജീവിതത്തിന്റെ ഉടമയായ ഒരു മോശയിലൂടെ ജനത്തിന് വീണ്ടെടുപ്പ് സാധ്യമായെങ്കിൽ അതിന് കാരണക്കാരാകാൻ ഈ പാവപ്പെട്ട സൂതികർമ്മിണികൾക്ക് ദൈവം ഭാഗ്യം നൽകി. തീർന്നില്ല. 2ാമത്തെ പ്രതിഫലം എന്താണ്? ക്ഷിപ്രയുടെയും പൂവയുടെയും കുടുംബം അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് വചനം രേഖപ്പെടുത്തുകയാണ്. their household were blessed എന്നാണ്. ഇസ്രായേലിലെ സൂതികർമ്മിണികൾ സാധാരണയായി പുത്ര സൗഭാഗ്യമില്ലാത്തവരാണ്.
വന്ധ്യതയുടെ ശാപം പേറുന്നവരാണ്. അവരെ അങ്ങനെയാണ് വിളിച്ചിരുന്നത്. എന്നാൽ ഈ അത്ഭുതകരമായ ശുശ്രൂഷയ്ക്ക് ഭാഗവാക്കായി തീർന്ന് ഈ സൂതികർമ്മിണികൾക്ക് ദൈവം നൽകിയ അനുഗ്രഹം എന്താണെന്ന് 20-21 വാക്യങ്ങളിൽ നാം കുറിവാക്യമായി വായിച്ചു. അതുകൊണ്ട് ദൈവം സൂതികർമ്മിണികൾക്ക് നന്മ ചെയ്തു. അവർ ദൈവത്തെ ഭയപ്പെട്ടത് കൊണ്ട് ദൈവം അവർക്ക് കുടുംബ വർധന നൽകി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അന്ന് വരെ മച്ചികളായി മുദ്ര കുത്തപ്പെട്ട് ഈ സ്ത്രീകൾക്ക് കുടുംബ വർധന സംഭവിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രതിഫലം എത്ര അത്ഭുതകരമായ പ്രതിഫലമാണ്. പ്രിയമുള്ളവരെ, നാം ഒരു കാര്യം മറക്കരുത്, അവരിലൂടെ ദേശം അനുഗ്രഹിക്കപ്പെടുകയാണ്. സൂതികർമ്മിണികളുടെ തലമുറ ദൈവിക ശുശ്രൂഷയിൽ പൗരോഹിത്യ പാരമ്പര്യത്തിൽ പങ്കാളികളായി തീർന്നുവെന്ന് ഒരു ചരിത്രം കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഈ വചനത്തെ നിസ്സാരമായി കാണാൻ പാടില്ല. എത്ര അത്ഭുതകരമായ ഒരു അനുഭവമാണ് ഈ സൂതികർമ്മിണികളിലൂടെ ദേശത്തിന് ലഭിച്ചത്. നാം ദൈവത്തെ ഭയപ്പെട്ടാൽ, നാം ദർശനത്തോടെ ജീവിച്ചാൽ, നാം ദൈവസന്നിധിയിൽ ത്യാഗപൂർവ്വം ശുശ്രൂഷകൾ നിറവേറ്റിയാൽ, ഹല്ലേലൂയ, ദൈവം നമ്മുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. നമ്മുടെ ഭവനങ്ങളിൽ അവൻ അത്ഭുതം പ്രവർത്തിക്കും. നമ്മുടെ ഇടവകയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നമ്മുടെ സഭയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ആ അത്ഭുതം ഭൗതികമായ വഴികളിലെ അത്ഭുതമല്ല, ആത്മീക ജീവിതത്തിന്റെ വീണ്ടെടുപ്പിന്റെ അത്ഭുതം നമ്മുടെ ഇടങ്ങളിൽ സാധ്യമാകുമെന്ന് ഈ വചനം നമ്മെ വല്ലാതെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയരെ, ഞാൻ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഈ സ്ത്രീകളുടെ സൗന്ദര്യം നമ്മുടെയും സൗന്ദര്യമായി തീരാൻ ദൈവകരങ്ങൾ നമ്മെ ഈ രാത്രി വിനയത്തോടെ ഏൽപ്പിച്ചു കൊടുക്കാം. നാം കേട്ട വചനത്തെ നിസ്സാരമായി കാണാൻ പാടില്ല പ്രിയരെ. നാം ഒരിക്കലും ഇതിനെ വെറുതെ കണ്ട് കേട്ട് മറക്കുന്നവരെ തീരാൻ പാടില്ല. ഇരുവായ്ത്തലയുള്ള 7 വാളിനേക്കാൾ മൂർച്ചയുള്ള വചനമാണ് ഈ രാത്രി ഞാൻ നിങ്ങളോട് പ്രഘോഷിച്ചത്. കേട്ട നിങ്ങളും പ്രഘോഷിച്ച് ഞാനും ഒരുപോലെ ഈ വചനത്തിന് കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്. ലജ്ജിച്ചു പോകാൻ പാടില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിക്കേണ്ടതല്ലാതെ ഒന്നും, ജീവിക്കേണ്ടാത്തതായി ഒന്നും ഈ വചനത്തിലില്ല. ഈ കേട്ട വചനം നമ്മുടെ ഹൃദയമാകുന്ന മാംസപ്പലകമേൽ കോറിയിടാൻ, അതൻ പ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്താൻ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. നമ്മുടെ തലകളെ വണക്കാം പ്രാർത്ഥനയ്ക്കായി. താനാ നിന്നിഷ്ടം മണ്ണിൽ ഞാൻ ചെയ്യുവാൻ, തന്നിൽ വസിപ്പാൻ, ഉന്നതം ചേരാൻ ത്യാഗം ചെയ്യും നീ പാഴ്മണ്ണിനാശ ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ, ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ. കരുണാനിധിയെ കാൽവറി അൻപേ നീ മാത്രമാണെനിക്കാധാരം, നീ മാത്രമാണെനിക്കാധാരം. താനാ നിന്നിഷ്ടം മണ്ണിൽ ഞാൻ ചെയ്യുവാൻ, തന്നിൽ വസിപ്പാൻ, ഉന്നതം ചേരാൻ ത്യാഗം ചെയ്യും നീ പാഴ്മണ്ണിനാശ ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ, ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ. കരുണാനിധിയെ നീ മാത്രമാണെനിക്കാധാരം, നീ മാത്രമാണെനിക്കാധാരം. ചടൂർ ഭദ്രാസന കൺവെൻഷന്റെ 3-ാം രാത്രി ആണെന്ന് അച്ഛന് നന്നായിട്ട് അറിയാം. എങ്കിൽ പോലും ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണയാ ഞാൻ ഇങ്ങനെ ഒന്ന് അപേക്ഷിക്കട്ടെ. നാം ഇരിക്കുന്ന ഇടങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ പ്രിയരെ? നാം കേട്ട തമ്പുരാന്റെ മാറ്റമില്ലാത്ത വചനത്തിന് മുമ്പിൽ
നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നതിന് അടയാളമായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന ഇടങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ലോകത്തിൽ ആർക്കും അപഹരിക്കാൻ പറ്റാത്ത നല്ല അംശം പ്രാപിപ്പാൻ മറിയയെ പോലെ നിന്റെ പാദപീഠം ചേർന്നു വന്നിരുന്ന് നിന്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കാൻ ഞങ്ങൾക്ക് ഈ രാത്രി നൽകിയ ഭാഗ്യപദവിക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളിന്ന് കേട്ടത് ഞങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ പ്രതീക്ഷയാണല്ലോ, ഞങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ ഉദ്ദേശമാണല്ലോ കർത്താവേ. എബ്രായ സൂര്യകർമ്മിണികളിൽ വിളങ്ങിയ സൗന്ദര്യത്തിന്റെ വലിയ ഭാവങ്ങളെ ഞങ്ങളെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നതിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഓ, ദൈവത്തെ മാത്രം ഭയപ്പെടുന്നവരായി, ദൈവകൽപ്പനയെ പൂർണ്ണമായി അനുസരിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഇതാ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ. അതുകൊണ്ടാണല്ലോ വെട്ടിക്കളയാതെ നിൽക്കട്ടെ ഫലം കാഴ്ചകളുള്ള പ്രതീക്ഷയോടെ ഞങ്ങളെ ഈ ഭൂമിയിൽ നിർത്തുവാൻ തമ്പന് മനസ്സായത് അതുകൊണ്ട് മാത്രമാണല്ലോ കർത്താവേ. ഓ, ഞങ്ങളിൽ വിളങ്ങേണ്ടത് ദർശനത്തിന്റെ സൗന്ദര്യമാണല്ലോ. ഞങ്ങളുടെ തലമുറയെ കുറിച്ചുള്ള വലിയ ആത്മഭാരം ഈ നാളുകളിൽ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയാൻ, അവർക്ക് വേണ്ടി ഉപവസിപ്പാൻ, അവരുടെ മുമ്പാകെ ഒരു ഉടമ്പടി ജീവിതം നയിപ്പാൻ കർത്താവേ. മക്കൾക്ക് വേണ്ടി സമ്പാദിക്കാതെ ഞങ്ങളുടെ മക്കളെ സമ്പാദിപ്പാൻ, അവരെ യാഗപീഠത്തോട് ചേർത്ത് കെട്ടുന്ന മാതാപിതാക്കളായി രൂപാന്തരപ്പെടുവാൻ നിങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഓ, കാണ്ടമ്മ കൊച്ചമ്മയെ പോലെ ഈ കാലങ്ങൾ കർത്താവേ നിങ്ങൾക്ക് ഒരുപാട് സമൃദ്ധിയുണ്ട്. നിങ്ങൾ അത്ഭുതകരമായി അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എന്നാൽ ആ പുണ്യവതിയൊക്കെ ജീവിച്ച വഴികളിലൂടെ സുവിശേഷത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അങ്ങയുടെ സാക്ഷികളായി ആയുസ്സേന്റെ വരെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി അടിയനെ പൂർണ്ണമായി ഏൽപ്പിക്കുന്ന കർത്താവേ, ഈ അഭിഷേക ദാസന്മാരെ സമർപ്പിക്കുന്നു. ഓ, നിന്റെ പ്രിയ ജനത്തെ സമർപ്പിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ശബ്ദപരിധിയിലുള്ള എല്ലാവരെയും സമർപ്പിക്കുന്ന കർത്താവേ. വചനത്തിന്റെ സൗന്ദര്യമുള്ളവരായി നിലകൊള്ളാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാ മഹത്വവും കർത്താവിന്. മശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണ തോന്നി കേൾക്കുമാറാകണമേ.